ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കയ്യോടെ അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണയായിട്ട് ഒരു മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയുടെ കൂട്ടാൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇവിടെ മീൻകറി മാത്രം മതി. അപ്പോൾ അതിൻ്റെ മീനിൻ്റെ സന്തോഷത്തിൽ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് മീൻ അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണയായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി എടുത്ത് വെക്കും. അപ്പോൾ അതുകൊണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ആണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. എങ്കിലത് പേസ്റ്റാക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ. അപ്പോൾ ആദ്യം ഈ ഒരു ഇഞ്ചി ആണെങ്കിൽ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല മണ്ണുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചിയൊക്കെ നന്നായിട്ട് കഴുകി വെളുത്തുള്ളിയോട് ഇട്ടിട്ട് ആ ഒരു പേസ്റ്റ് മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മളെടുത്ത് വെച്ചാണെങ്കിൽ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിങ്ങനെ ആണെങ്കിൽ കുറച്ച് എണ്ണയോട് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനി നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാൽ മതി, ഫ്രീസറിൽ വെക്കണ്ട, കാരണം എണ്ണയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് താമസം ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ മിക്ക സമയത്തല്ല, എല്ലായ്പ്പോഴും തന്നെ ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മാറ്റി വെച്ചേക്കും. കാരണം ചില കറികൾക്കൊക്കെ ഇങ്ങനെ ചിലപ്പം വെളുത്തുള്ളി മാത്രം മതിയായിരിക്കും, ചിലപ്പോൾ ചിലതിനാണെങ്കിൽ ഇഞ്ചി മാത്രം മതിയായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ആയിട്ട് ഇടുന്നത് ചില കറികൾക്ക് കൊള്ളില്ലായിരിക്കും. നമുക്ക് മീൻ കറി അങ്ങ് വെച്ചാലോ? മീൻ കറി വെക്കാം. അപ്പം അതിന് വേണ്ടി ചട്ടിയൊക്കെ അടുപ്പിച്ച് എല്ലാ സാധനങ്ങളും അടുപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കാം കേട്ടോ. ആദ്യം ഞാനാണെങ്കിൽ ഇതുപോലെ എണ്ണ അങ്ങ് ഒഴിക്കുവാണേ. കാരണം ഈ ചട്ടി ചിലപ്പോൾ നമ്മൾ ഗ്യാസിൽ ഇരിക്കുന്നത് ചിലപ്പോൾ അത് പൊട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. കടുക് പൊട്ടിക്കുന്നില്ല ഞാൻ, കടുക് പൊട്ടിക്കാതെ തന്നെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തേച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ പൊടികളും നമ്മൾ പൊടികളൊക്കെ ആണെങ്കിൽ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പുളിയാണെങ്കിൽ ഉപ്പില്ലാന്നെങ്കിൽ ഉപ്പും കൂടി ഇട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പില, മീൻ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മീൻകറിയാണ്. ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ പൊടികളങ്ങ് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒത്തിരി അങ്ങ് എണ്ണയാണെങ്കിൽ തിളച്ച് വന്ന ശേഷം ഇടാൻ നിൽക്കേണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാണെങ്കിൽ കറിവേപ്പില കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു മണമൊക്കെ വരാൻ, കറിവേപ്പിലയുടെ മണവും. ഇപ്പം എൻ്റെ എണ്ണ ജസ്റ്റ് ചൂടായതേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ഓൾറെഡി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തീയാണെങ്കിൽ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒന്ന് ചൂടായി ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേനൊരു മണമുണ്ടല്ലോ നല്ല. അതിൻ്റെ കൂടെ ഈ കറിവേപ്പിലയും കൂടെ ആണെങ്കിൽ അതിൻ്റെ ഒരു മണം കൂടെ നല്ല മണം കേട്ടോ. നല്ലൊരു മണമാണ് ഇതിനോട് മൂത്ത് വരുമ്പോൾ. എനിക്ക് ഒത്തിരി ഇഷ്ടം. ഞാൻ ഇതിനകത്ത് നമ്മൾ ഉള്ളിയോ തക്കാളിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കടുക് പൊട്ടിച്ചിട്ടില്ല. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഉലുവാപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കായപ്പൊടി ചേർത്തിട്ട് അങ്ങനെ മീൻകറി എല്ലാവരും വെക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ അങ്ങനെ വെച്ച് നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. മമ്മി ആണെങ്കിൽ അങ്ങനെ വെച്ച് പിന്നെ എല്ലാ മീനിനകത്ത് വിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം മത്തി അങ്ങനെയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് കായപ്പൊടി ഒന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അല്ലാതെ നമ്മൾ ഈ വലിയ മീനുകളൊക്കെ വെക്കുന്ന സമയത്ത് കായപ്പൊടിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. അതിൻ്റെ കയ്പോ ഒന്നും അറിയത്തില്ല. പിന്നെ മീൻകറിയൊക്കെ നമ്മൾ എപ്പോഴും റെഡിയാക്കി കഴിയുമ്പം ആ സെയിം ഡേ തന്നെ കഴിക്കാതെ പിന്നെ ഒരു ദിവസം വെച്ചിട്ട് കഴിക്കുമ്പോഴല്ലേ അതിൻ്റെ
ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഉപ്പ് ഈ ഒരു പുളിക്കകത്താണെങ്കിൽ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും ആണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ. എനിക്ക് തോന്നുന്നു മീൻകറി നമ്മൾ റെഡിയാക്കുന്ന വീഡിയോ പല തവണ നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ കായപ്പൊടി ഇട്ട് ഞാൻ നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ല. കഴിഞ്ഞൊരു പ്രാവശ്യം ഇതുപോലെ വീഡിയോ എടുത്ത് സെയിം ടൈമിൽ തന്നെ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് വോയിസ് ഒക്കെ കൊടുത്ത് ഞാൻ വീഡിയോ എടുത്തതാണ്. പക്ഷേ ആ വീഡിയോയിൽ വോയിസ് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ വീണ്ടും ഞാനത് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല, എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുന്നത്. നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം മാത്രമല്ല, പുളിയൂട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇതിലാണെങ്കിൽ ഉപ്പിരിപ്പുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വെള്ളം തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ച് ആ ഉപ്പൂടെ അതിനകത്ത് ആക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ തീയാണെങ്കിൽ കുറച്ച് ടേക്ക് വരും, നമുക്കത് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് കൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇളക്കി അതിൻ്റെ ആ ഒരു കട്ട കെട്ടി കിടക്കുന്നൊക്കെ ഒന്ന് മാറ്റി എടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേന് നമുക്ക് പിന്നെ ആ തിളച്ച വെള്ളം കൂടെ കുറച്ചുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ തവിയാണെങ്കിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, തറയിൽ ഇങ്ങനെ വെക്കാതെ. പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടും കേട്ടോ. നമ്മളാണെങ്കിൽ പുളിവെള്ളം എടുത്ത് വെച്ചിരുന്ന ചെറിയ ചൂടുവെള്ളം അല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ വെള്ളം നന്നായിട്ട് തിളച്ചാൽ മാത്രമേ നമുക്ക് ഈ പുളിയൊക്കെ ആണെങ്കിൽ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഉപ്പും പുളിയും കൂടെ കറക്റ്റായിട്ട് മീൻ നല്ല ഉപ്പും പുളിയും കറക്റ്റാണോ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വെള്ളം അതിലാണ് നമ്മൾ ഈ തിളച്ചിട്ട് മീനൊക്കെ ഇടുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കാമല്ലോ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഉപ്പൊക്കെ വീണ്ടും നമ്മൾ ചേർക്കുന്നതെങ്കിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇളക്കുന്ന സമയത്തൊക്കെ ഇത് മീൻ പൊടിഞ്ഞു പോകും. പിന്നെ മീനാണെങ്കിൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ തവി കൊണ്ടൊന്നും ഇളക്കരുത്, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക ചെയ്യാവൂ കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കട്ടെ, ആ തിളച്ച് വരട്ടെ. കുറച്ച് ചാറുള്ള മീൻകറിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇത്രയും മീൻ ചാറ് ഒഴിച്ചെന്ന് പറഞ്ഞാലും പിന്നെ ഇത് വറ്റി കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വറ്റി കിട്ടും. ഇത് തിളച്ചിട്ടുണ്ട്, നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവേ. മീനാണെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ഈ ഒരു നമ്മൾ പുളി എടുക്കത്തില്ലേ, ഇത് തോട്ടുപുളിയാണ് എടുത്തേക്കുന്നത്. ആ പുളി കഴുകിയ വെള്ളം ആ ഒരു കുറച്ച് നമ്മളാണെങ്കിൽ ആദ്യം കഴുകിയ വെള്ളമല്ല, നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ പിന്നെ ഇത് മീനിനകത്ത് ഇടാൻ എടുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു കഴുകിയ വെള്ളം, ആ വെള്ളം ഈ ഒരു മീനിനകത്ത് ഒഴിച്ചിട്ട് അത് നമ്മൾ ഒന്നുകൂടെ കഴുകും കേട്ടോ. അപ്പോൾ ആ ഒരു മീനിൻ്റെ ആ ഒരു ചീത്ത ആ ഒരു ഇതൊക്കെ അങ്ങ് മാറും. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ കഴുകിയെടുക്കുന്ന ആ പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്നാണെങ്കിൽ കഴുകി നന്നായിട്ട് എടുക്കും ഈ മീൻ കേട്ടോ. ഇത് കേട്ടോ, ഇപ്പം തന്നെ ഈ ഒരു മീനൊക്കെ ഇങ്ങനെ മുങ്ങിക്കിടക്കാൻ പരുവത്തിനുള്ള വെള്ളമേ ഉള്ളൂ. ഇതിനി നമുക്ക് പറ്റി കിട്ടും. അത്യാവശ്യം കുറച്ച് മീൻ ചാറ് വേണം ഇവിടെ എല്ലാവർക്കും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ.
ഇപ്പം മീൻ ഇട്ട പുഴയെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇതൊന്ന് തിളച്ച് ഈ മീനൊന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യരുത് കേട്ടോ. ഇനിയിപ്പം മീനാണെങ്കിൽ ഇളക്കി കൊടുക്കണ്ട, നമുക്കിത് അടച്ചു വെക്കാം. ഇതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അപ്പം മീൻ അവിടെ ഇരുന്ന് തിളക്കട്ടെ. നമുക്കാണെങ്കിലേ നമ്മുടെ മീൻ ഏത് പരുവായെന്ന് നോക്കിയാലോ. അടിപൊളി, നല്ല തിളച്ച് വന്നിരിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ഒന്ന് ഉപ്പ് നോക്കായിരുന്നു. തിളച്ചല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരമായി. മീനൊക്കെ അത്യാവശ്യം വെന്തൂന്നതാണ്. മീനൊക്കെ പെട്ടെന്ന് വേവുമല്ലോ. അപ്പൊ നമുക്ക് ഈ മുള്ളിൽ നിന്ന് എടുത്തിട്ടൊന്ന് നോക്കാം. ഉപ്പും പുളിയും ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. സൂക്ഷിച്ചാണ് ചുറ്റിക്കേണ്ടത്. അത്യാവശ്യം ഇത് കണ്ടോ, നമുക്ക് ചാറോട് കൂടി തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ചാറുണ്ട്, കുറച്ചുകൂടെ ഒന്ന് പറ്റി വരട്ടെ. ഇത്രയും ചാറ് വേണ്ട നമുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ഇത് മാറ്റാം. ആ സമയത്ത് നമുക്ക് കഴുകി വെച്ചിരുന്ന, ഓൾറെഡി നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തായിരുന്നു. തണ്ടോട് കൂടിയ കറിവേപ്പില ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതും ഇവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് അടച്ചു വെക്കാമേ. ഇത് കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു ചട്ടിയിലോട്ട് അരപ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എല്ലാം എടുത്ത് പുളിവെള്ളം എല്ലാം ഒഴിച്ച് അതിൻ്റെ ചാറ് പോലെ ആക്കിയിട്ട് നമ്മൾ ആദ്യം ചട്ടിയിലാണെങ്കിൽ കറിവേപ്പിലയൊക്കെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മീനിടും. മീനിട്ട് കഴിഞ്ഞിട്ട് ആ ഒരു മീനിനകത്തിലോട്ട് നമ്മൾ ഈ അരപ്പൊക്കെ ഒഴിക്കും. എന്നിട്ട് അത് പറ്റിച്ചെടുക്കും. അതും അടിപൊളിയാട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കാത്തപ്പോൾ അടുക്കി പിടിച്ചു പോകുന്നോ ഒന്നുമില്ല. ആ ഒരു നല്ല ഒരു കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ നന്നായിട്ട് നിരത്തി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു മീനൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കും. അത് ഇങ്ങനെ നടുക്കായിട്ട് മാത്രമല്ല, എല്ലാ സൈഡിലായിട്ടും ഇങ്ങനെ നമ്മൾ ഇളക്കി നിരത്തി വെച്ച് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ ഈ തിളപ്പിച്ച് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആക്കിയ പരുവത്തിൽ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാതെ ഈ ഒരു മീനാണെങ്കിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന പരുവമുണ്ടല്ലോ, ഒരു ജസ്റ്റ് മീൻ നമുക്ക് പുറത്ത് കാണാം. ആ പരുവത്തിന് നമ്മളിത് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് അതങ്ങോട്ട് പറ്റിച്ചെടുക്കണം. അടിപൊളിയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് നോക്കാത്തവരതൊന്ന് ചെയ്ത് നോക്കണേ. ഇതിനെയും കുറച്ചുകൂടെ ഒന്ന് പറ്റി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. കാരണം ഇത് ഓൾറെഡി പെട്ടെന്ന് മീനൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഓൾറെഡി അത് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒന്ന് പറ്റി വരട്ടെ, ചാറ്. നമുക്കാണെങ്കിൽ ഇത് നിർത്താം കേട്ടോ. ഇത് കേട്ടോ തിളച്ച് പറ്റിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും മൺചട്ടി ആയതുകൊണ്ട് കേട്ടോ ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കേ, ഇങ്ങനെ തിളച്ചിരിക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടെ ആണെങ്കിൽ ഇനി ഇരുന്ന് തന്നെ പറ്റും. അപ്പം നമ്മൾ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, കറക്റ്റ് പരുവമാണ്. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. കണ്ടോ, നമ്മുടെ മീൻ കറി ഇവിടെ നല്ല തിളച്ച് നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇതും ചോറും കൂട്ടി ഒന്ന് കഴിച്ചാൽ മതി. ആഹാ, അടിപൊളി. നല്ല ആവി പറക്കുന്ന മീൻ കറി. മീൻ കഷ്ണങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് നല്ല പൊടിഞ്ഞു പോകാതെ എടുക്കണം. അടിപൊളി. ആവി പറന്നിരിക്കട്ടെ. ഈ ഒരു ആവി പറക്കുന്ന ചാറൊക്കെ കൂട്ടി ഒന്ന് മീനൊന്ന് ഒന്ന് പൊടിച്ചെടുത്ത് ചോറുണ്ണണം. അടിപൊളി. ഓരോ നാടുകളിലും മീൻകറിയൊക്കെ വെക്കുന്നത് പല രീതിയിലായിരിക്കും. തേങ്ങ അരച്ച് മീൻകറി വെക്കും. അതുപോലെ തന്നെ ഉള്ളിയും അതുപോലെ തക്കാളിയൊക്കെ ഇട്ടിട്ട് മീൻകറി വെക്കുന്നവരുണ്ട്. മാങ്ങയിട്ട് മീൻകറി വെക്കുന്നവരുണ്ട്. പല രീതിയിലും പല ടേസ്റ്റിലായിരിക്കും. ഒരു നാട്ടിൽ തന്നെ പല രീതിയിൽ വെക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ മീൻകറി വെക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്രത്യേകിച്ച് കായം ഒക്കെ ഇട്ടിട്ട് മീൻകറി വെക്കുന്നവർ ചുരുക്കം ആയിരിക്കും. ഇപ്പോൾ ചിലർ ആണെങ്കിൽ ഞാൻ പറയുമ്പോഴായിരിക്കും അറിയുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ ബൈ.